കൊല്ലം കരുനാഗപ്പള്ളിയിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ വളർത്തിയ കഞ്ചാവ് പിടികൂടി. അയണിവേലികുളങ്ങര സ്വദേശി മുഹമ്മദ് മുഹസിന്റെ മുറിയിൽ നിന്നാണ് 21 ചെടികൾ പിടികൂടിയത്. ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് നൽകുന്നതിന് കൂടുതൽ വിവരങ്ങൾ. അരുൺരാജ്, കിടപ്പുമുറിയിലാണ് കഞ്ചാവ് വളർത്തിയത്. അതെന്താണ് സംഭവം? അത് എത്ര നാളായി ഇങ്ങനെ ഈ നില തുടരുന്നുണ്ട് ഇവർ? അത്തരം വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ? പ്രജിൻ, നിലവിൽ പിടിയിലായിരിക്കുന്ന മുഹമ്മദ് മുഹസിൻ നേരത്തെ തന്നെ MDMA കഞ്ചാവ് കേസുകളിൽ പോലീസ് അടക്കം നിരന്തരമായി നിരീക്ഷിച്ചു വരുന്ന വ്യക്തിയാണ്. ഈ മുഹമ്മദ് മുഹസിന്റെ വീട്ടിൽ നിന്ന് വീട്ടിനുള്ളിൽ ഇത്തരത്തിൽ കഞ്ചാവ് ഉണ്ട് എന്ന രഹസ്യ വിവരമാണ് ഈ കരുനാഗപ്പള്ളി എക്സൈസിന് ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വമുള്ള പ്രത്യേക സംഘം ഇന്ന് വീട്ടിലെത്തി നടത്തിയ പരിശോധനയിലാണ് 2ാം നിലയിലുള്ള ഈ മുഹസിന്റെ റൂമിൽ നിന്ന്, ഈ കിടപ്പുമുറിക്കുള്ളിൽ നിന്ന് 21 കഞ്ചാവ് ചെടികൾ, അത് AC അടക്കമിട്ട് ഈ കഞ്ചാവ് ചെടികൾ പരിപാലിക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ എക്സൈസ് പറയുന്നത്. കാരണം ഈ കഞ്ചാവിന് വളരാൻ ആവശ്യമായ സാഹചര്യം തന്നെ ഇയാൾ ഈ വീട്ടിന്റെ റൂമിനുള്ളിൽ ഒരുക്കിയിരുന്നു എന്നുള്ള വിവരം കൂടി എക്സൈസ് ലഭ്യമാക്കുന്നുണ്ട്. 21 കഞ്ചാവ് ചെടികളും 5 ഗ്രാം കഞ്ചാവും ആംബ്യൂളുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ മുഹസിനെ നേരത്തെ തന്നെ എക്സൈസിന്റെ നിരീക്ഷണത്തിലുള്ള ആളാണ്. മുഹസിൻ പലർക്കും ഇത്തരത്തിൽ കഞ്ചാവടക്കം നൽകിയിട്ടുണ്ട് എന്ന വിവരം കൂടി നിലവിൽ പോലീസിനും എക്സൈസിനും ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഈ പരിശോധനയിലാണ് വീട്ടിന്റെ കിടപ്പുമുറിയിൽ നട്ടുവളർത്തി പരിപാലിച്ചു പോന്ന കഞ്ചാവ് എക്സൈസ് പിടികൂടിയത്. ആർ അരുൺരാജാണ് കൊല്ലത്തു നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.